ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വിളിക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെത്തിയെന്ന് പറഞ്ഞാൽ ഡോ ഓർക്കിഡാണ്. ഇതാണ് നമ്മൾ കാണപ്പെടുന്ന ഡോ ഓർക്കിഡ്. ഡോ ഓർക്കിഡ് നമ്മളിപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ഇതുപോലെ നിങ്ങളുടെ പ്ലാന്റ് ഇരിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? കണ്ടോ, നല്ല വലിയൊരു പ്ലാന്റ് ഉണ്ട്. ഒരു തെങ്ങിനെ പോലെ വലിയൊരു പ്ലാന്റ് നമ്മളിൽ നിൽപ്പുണ്ട്. അതിൻ്റെ കിഴങ്ങ് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും എന്ത് ആക്റ്റീവായിട്ടാണ് ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നത്. കണ്ടോ, നല്ല വലിയ കിഴങ്ങോടുകൂടിയാണ് ഈ പ്ലാന്റ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ അതിനുശേഷം നമ്മൾ കിഴങ്ങിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ഇതുപോലെ 2-3 പ്ലാന്റൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ഡോ ഓർക്കിഡൊക്കെ നടുമ്പോൾ അതിൻ്റെ കിഴങ്ങ് എപ്പോഴും മുകളിലിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പോട്ടി മിക്സിൻ്റെ കറക്റ്റ് മുകളിലായിരിക്കണം കിഴങ്ങിരിക്കേണ്ട. അങ്ങനെ കിഴങ്ങ് വന്നു കഴിഞ്ഞാൽ കിഴങ്ങി നമുക്ക് വീണ്ടും നിറച്ച് പ്ലാന്റ് ഇതുപോലെ കിട്ടും. പുതിയ തൈകൾ കണ്ടോ ഇതുപോലെ നമുക്ക് വരും. ഒരു കിഴങ്ങിപ്പോൾ അതിൽ നിന്ന് വേറെ പൊടിപ്പ് വരുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളടുത്ത് കളയരുത് ഒരിക്കലും. ആ കിഴങ്ങൊന്ന് വച്ചിരിക്കുക. അതിന് ഒരു സമയം എടുക്കും പൊടിക്കാൻ വേണ്ടി. ഏകദേശം 2-3 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ പൊടിച്ച് വരാൻ ടെൻഡൻസി ഉണ്ട്. നമ്മൾ ഈ ഒരു പ്ലാന്റ് കളയാതെ ഈ ഒരു കിഴങ്ങിനെ വെച്ചിരുന്നതുകൊണ്ട് നമുക്ക് വീണ്ടും കണ്ട ഒരു പ്ലാന്റ് വെറുതെ ഉണ്ടായിരുന്നു, എന്നാലും നമ്മൾ കിഴങ്ങിന്ന് മാറ്റത് വെച്ചിരുന്നു. അപ്പോൾ നമുക്ക് വേറൊരു പ്ലാന്റ് കിട്ടി. പിന്നെ അതുപോലെ നമുക്കിത് എങ്ങനെയാണ് റീപോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പോട്ടിങ് എല്ലാം നമ്മളെ ചാനലിൽ ഈ വീഡിയോയിൽ കൂടെ ഒരുമിച്ച് നമ്മൾ ആഡ് ചെയ്യുകയാണ്. പിന്നെ അതുപോലെ നമുക്ക് സെയിൽ ചെയ്യാനുള്ള പ്ലാന്റ് പാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോയും നമ്മൾ ഉടനെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിരിക്കാം. താല്പര്യമുള്ള ജസ്റ്റ് ഒന്ന് കയറി കാണുക. അതുപോലെ നിറച്ച് വാട്ടർ പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട്. താല്പര്യമുള്ളവർ ഈ പ്ലാന്റ് നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട്. താല്പര്യമുള്ള ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. 9809806874 എന്നുള്ള നമ്പറിൽ ഞാൻ ജസ്റ്റ് നമ്മളെ വിളിച്ചാൽ മാത്രം മതി. ഓക്കെ, നമുക്ക് റിപ്പോർട്ടിങ്ങിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഡോ ഓർക്കിഡുകളിലൊക്കെ വരുന്ന ഒരു പ്രശ്നമാണിത്. ഇതുപോലെ സൈഡുകളിൽ നിറച്ച് ഫംഗസൊക്കെ അറ്റാക്ക് വന്നിട്ട് ഇങ്ങനെ നിറച്ച് ഉണ്ട്. ഈ സൈഡ് ഇവിടെ കേടെന്തോ വന്നതാണ്. നമ്മൾ ഇളക്കിയ സമയത്ത് എന്തോ പറ്റി ചെടിക്ക് വന്ന കേടാണ്. ഈ കേട് മൊത്തത്തിൽ വ്യാപിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് ഈ ഭാഗമൊക്കെ ഒന്ന് ഇലയൊന്ന് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇവിടെ നമുക്കൊന്ന് ഫംഗിസൈഡ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലം മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫംഗിസൈഡ് ബാക്കി ആഡ് ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ള ലീഫ് ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ ഭാഗത്ത് വീണ്ടും ഇരുന്ന് കഴിഞ്ഞാൽ പ്രശ്നം വരും. അപ്പോൾ നമ്മൾ അതിനെ കട്ട് ചെയ്ത് മാറ്റിക്കളയുക. നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്ലൈഡ് എന്തെങ്കിലും എടുത്തിട്ട് തന്നെ നമുക്ക് അതിനൊന്ന് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത്രയും നമുക്കൊന്ന് റിമൂവ് ചെയ്തിട്ട് അവിടെ നമുക്ക് കുറച്ച് ഫംഗിസൈഡ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണ്ട. അവിടെ ആ ഭാഗത്തോട് വീണ്ടും ഉണ്ട്. കൂടുതൽ നമ്മളിതിനെ ഇളക്കുന്നില്ല. ഈ ഭാഗത്ത് നമുക്ക് ഫംഗിസൈഡ് തേച്ച് വിട്ട് കൊടുത്താൽ അതുകൊണ്ടാ ഫുൾ അവിടെ പ്രശ്നമുണ്ട്. കൂടുതലത് മുറിവ് വരുത്താത്ത രീതിയിൽ നമുക്ക് ഫംഗിസൈഡ് ആഡ് ചെയ്ത് വെക്കാം. ഓക്കെ, നമ്മൾ ഫംഗിസൈഡ് ഇങ്ങനെ കുറച്ച് എടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കൂടുതൽ വെള്ളം ആഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. കൂടുതലാവാൻ വേണ്ടി പാടില്ലാണ്ട് ഈ ഒരു എമൗണ്ടിൽ മാത്രം നമുക്കിത് വന്നതിന് ശേഷം കണ്ട അതിനകത്തേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുത്താൽ മതി. നമ്മൾ വെള്ളം ഡൈലൂട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നതിനേക്കാൾ ഇങ്ങനെ നമ്മൾ കുറച്ച് തേച്ച് വെച്ച് കൊടുത്താൽ ഇത് മതിയാണ്. നമുക്കൊരു മഴ സമയമാണ് ഈ സമയം. ഒന്നത് മഴ സമയത്തായതുകൊണ്ട് നമ്മൾ പ്ലാന്റ് മാറ്റി നടന്ന സമയത്ത് കുറച്ച് ഫംഗിസൈഡ് നമുക്കതിൽ ആ മണ്ണിലൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത് കുറച്ച് ബെറ്ററാണ്. കാരണം പെട്ടെന്ന് ഫംഗസ് ഒന്നും ഇതിന് അറ്റാക്ക് ചെയ്യില്ല. പ്ലാന്റിലുണ്ടാകുന്ന കുഞ്ഞു മുറിവുകളിലൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി സഹായിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഡോ ഓർക്കിഡാണ്. നമുക്ക് കാണപ്പെടുന്ന ഈ ഡോ ഓർക്കിഡ് നമ്മൾ നടാൻ വേണ്ടിയാണ് പോകുന്നത്. ഇത്ര വലിയ ഡോ ഓർക്കിഡ് നമുക്ക് കയ്യിലുണ്ട്. ഇതിൻ്റെ ബൾബുകൾ നമ്മളെല്ലാം വേണ്ടി പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഡോ ഓർക്കിഡ് അപ്പോൾ നടാൻ വേണ്ടി നമ്മൾ ചെടിച്ചട്ടിയുണ്ട്. മൺചെടിച്ചട്ടി തന്നെയാണ് ഏറ്റവും ബെറ്റർ. നമുക്ക് ഈ ചെടിച്ചട്ടി എടുക്കാം. ഓക്കെ, അതിനുശേഷം ഏറ്റവും അടിയിൽ നമ്മൾ ഓട് കഷ്ണവും പിന്നെ നമ്മൾ സാധാരണ മൺകട്ട ആയാലും മതി. അതിൻ്റെ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഉള്ളിലേക്ക് നമ്മൾ ആദ്യം ഒരു ലെയർ ഇടും. അതിനുശേഷം നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്ന തൊണ്ടാണ്. നമ്മൾ വലിയ തൊണ്ട് വയ്ക്കരുത്. ആ തൊണ്ടിനെ നമ്മൾ വെട്ടി പകുതിയാക്കി എടുത്തതിന് ശേഷം അതിനെ നമുക്കൊരു ലെയർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ മഴ സമയത്ത് നമ്മളിപ്പോൾ കിട്ടിയതാണ്. ഇപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ മഴ നനയാതെയൊക്കെ തന്നെ വച്ചിരിക്കണം. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞ രീതിയിൽ വേണം നമ്മൾ പോട്ട് മിക്സ് ഇപ്പോൾ തയ്യാറാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊരു ലെയർ ആഡ് ചെയ്തു. നമ്മൾ എന്താണ് പോട്ട് മിക്സ് എന്നുള്ള കാണിച്ചത്. നമ്മൾ പോട്ട് മിക്സ് സെറ്റാക്കിയിട്ടുള്ളത് ഇതുപോലെ കാണപ്പെടുന്ന ചരൽ പിന്നെ ചാണകപ്പൊടി, കുറച്ച് എമൗണ്ട് ചാണകപ്പൊടി, പിന്നെ മണലും, ഇത്രയും കാര്യങ്ങൾ കൂടെയാണ് നമ്മളതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനത്തെ ഒരു മിശ്രിതം കിട്ടും. കുറച്ച് നല്ല അല്പം ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു മിശ്രിതമാണ്. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ വെള്ളത്തിൻ്റെ അംശം കുറവായിരിക്കും. വെള്ളം വിടുന്നാലും പെട്ടെന്ന് വാർന്നു പോകുന്ന ഒരു ടൈപ്പ് വേണം നമ്മൾ സോയിൽ മിക്സ് ഇതിനേക്ക് വേണ്ടി ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ സോയിൽ മിക്സ് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം സോയിൽ മിക്സ് ആഡ് ചെയ്യാം. ഓക്കെ, നമ്മളപ്പോൾ സോയിൽ മിക്സ് ആഡ് ചെയ്യാൻ പോവുകയാണ്. കുറച്ച് സോയിൽ മിക്സ് നമുക്ക് ആദ്യം ആഡ് ചെയ്യാം. എടുത്ത് കാരണം നമ്മൾ ഒരു സോയിൽ മിക്സ് കുറച്ച് എമൗണ്ട് സോയിൽ മിക്സ് ആദ്യം ഒരു ലെയർ നന്ന് ആഡ് ചെയ്തു. എന്നിട്ട് നമുക്ക് പ്ലാന്റ് എടുത്ത് വയ്ക്കാം. ഓക്കെ, നമ്മൾ എന്നിട്ട് പ്ലാന്റ് വെച്ചു. ഇനി നമുക്ക് പ്ലാന്റിന് ചുറ്റും കുറച്ച് നമ്മൾ സോയിൽ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം പ്ലാന്റിന് ഇങ്ങനെ പിടിച്ച് നിർത്തിയതിന് ശേഷം എല്ലാ സൈഡിലെത്തേക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പ്ലാന്റിന് കിഴങ്ങ് ഒരിക്കലും അടിയിലായി പോകരുത്. ഈ ഗ്രൗണ്ട് ഓർക്കിഡുകൾക്ക് മെയിൻ അത്യാവശ്യം എപ്പോഴും കിഴങ്ങ് മുകളിൽ നിൽക്കും. നമ്മൾ സാധാരണ എല്ലാ ചെടികളും കിഴങ്ങ് അടിയിൽ വെച്ചാൽ നമ്മൾ നടുന്നത്. പക്ഷേ ഇതിനങ്ങനെ നടാൻ പാടില്ല. എങ്കിൽ പ്ലാന്റ് കൊണ്ട് നശിച്ചു പോകാനുള്ള ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ, ഏകദേശം പ്ലാന്റ് ഒന്ന് കറക്റ്റ് നിൽക്കാം. പ്ലാന്റ് ഒന്ന് ആ വേരുകളിലേക്ക് പറത്ത് ഒരു ലെയർ മണ്ണ് വിടുന്ന നിറഞ്ഞതിന് ശേഷം എന്നിട്ട് നമുക്ക്
അല്പം ഒരു കുറച്ച് എമൗണ്ട് തൊണ്ട് നമുക്ക് വെച്ച് കൊടുക്കാം. തൊണ്ട് വയ്ക്കുമ്പോഴും കൂടുതൽ പൊങ്ങിപ്പോകാൻ പാടില്ല, അതിൻ്റെ അടിയിൽ തന്നെ നിൽക്കുന്ന ഒരു രീതിയാവണം. എന്ന് പറഞ്ഞാൽ കിഴങ്ങിൻ്റെ അടിയിൽ തന്നെ തൊണ്ട് നിൽക്കണം, ആ ഒരു രീതിയിൽ വേണം ലെയർ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ സിമ്പിളായിട്ട് നമ്മൾ നട്ടതിന് ശേഷം ഇപ്പോൾ മഴ സമയമാണ് ഒന്നാമത്, ഒരിക്കലും നിങ്ങൾ മഴയത്ത് വയ്ക്കരുത്. നമ്മൾ ഏത് ചെടി നട്ടാലും മഴയത്ത് വയ്ക്കാൻ പാടില്ല. മഴയത്ത് വയ്ക്കാൻ നമുക്ക് ഏകദേശം ഒരു 2 ആഴ്ചത്തോളമെങ്കിലും ചെറിയ രീതിയിൽ സൺലൈറ്റ് കിട്ടുന്ന ഒരു പ്ലേസിൽ ഒരാഴ്ച കഴിയുമ്പോൾ നമ്മളിനി വെള്ളം ആഡ് ചെയ്താൽ, നമ്മൾ ഇന്ന് കുറച്ച് എമൗണ്ട് വെള്ളം ആഡ് ചെയ്യും, അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. മഴ ഉണ്ടെങ്കിൽ ഹ്യൂമിഡിറ്റി ഉള്ള അനുസരിച്ച് വേണം അതിൽ വ്യത്യാസം വരും, അത് നിങ്ങൾ നോക്കി ചെയ്താൽ മതി. വെള്ളത്തിന് ഈർപ്പം നല്ല കുറഞ്ഞു വേണമെങ്കിൽ നമുക്ക് കൊടുക്കേണ്ടി വരും വെള്ളം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതിലൊക്കെ മനസ്സിലായിട്ട് നേരം നമ്മുടെ കയ്യിൽ നിറച്ച് ഡോ ഓർക്കിഡുകളുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മൾ റിപ്പോർട്ടിങ് ബാക്കി എല്ലാ കാര്യങ്ങളും കണ്ടതായിട്ടുള്ള നമ്മുടെ ഡോ ഓർക്കിഡ് എന്ന് പറഞ്ഞ പ്ലാന്റ്. ഇതുപോലത്തെ പ്ലാന്റ്സ് താല്പര്യമുള്ള ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നായിരുന്നു. ഇതുപോലെ മറ്റു വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് അരുൺ.